നമസ്കാരം. ഞാനിപ്പോൾ കുഴിത്തുറയിലാണ്. വൈഗതൻ നദിക്കരയിലെ എന്നുള്ള സിനിമയുടെ ചിത്രീകരണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു തോടിൻ്റെ കരയിലെ ഒരു വീടും ഒക്കെ ആയിട്ടുള്ള മനസ്സിന് പറ്റുന്നൊരു ലൊക്കേഷൻ ഇങ്ങനെ നോക്കി വന്നതാണ്. ഇവിടെയാണ് ചിത്രത്തിലൊരു പാട്ട് ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ കൂടെയുള്ളത് ഞങ്ങളുടെ ഒരു ബന്ധുവും മെക്കാനിക്കൽ എഞ്ചിനീയറുമായ അനന്തു ആണ്. അനന്തു, ഈ സ്ഥലത്തിന് ശരിക്കും എന്താ പേര് പറയുന്നത്? അതെ, ചാറിൻ്റെ മൂട്. ഈ ഇവിടെ ഇതുവഴി റോഡിലോട്ട് കയറാൻ പറ്റുമോ? ഇതുവഴി നേരെ പോയാൽ എവിടെ എത്തും? ഇടയ്ക്കോട്. നല്ല പ്രകൃതി ഭംഗിയാണ്. എൻ്റെ മനസ്സിലെ സങ്കല്പത്തിനനുസരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. തോടിപ്പോൾ വറ്റി വരണ്ടൊക്കെ കിടക്കുകയാണ്. എങ്കിലും ഇതിൻ്റെ മുകളിൽ ഒരു വീട് സെറ്റ് ഇടുന്നുണ്ട്. ഇവിടെ ആകുമ്പോൾ ഷൂട്ടിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു സ്ഥലമാണ്. രാവിലെ ട്രിവാൻഡ്രത്ത് നിന്ന് ഓട്ടോയിലാണ് ഇങ്ങോട്ട് വന്നത്. നാഷണൽ ഹൈവേ കൂടെ ഓട്ടോയിലാണ് ഇവിടെ വന്നത്. ഈ സ്ഥലത്ത് നിന്നും ഇവിടുന്ന് റോഡിലേക്ക് കയറാൻ എത്ര ദൂരമുണ്ട്? 100 മീറ്റർ. 100 മീറ്റർ ഉള്ള ഇവിടെ? 100 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ അടുത്തല്ലേ? ഇതുവഴി അറിയാം. അല്ല, നമ്മൾ വന്ന ആ വഴിയാണെങ്കിൽ 500 മീറ്ററിൽ എത്തും. തമിഴാണ് കൂടുതൽ സ്റ്റേഷൻ ഇദ്ദേഹം, എങ്കിലും വീട്ടിലൊക്കെ സംസാരിക്കുന്ന മലയാളത്തിലാണ്. അപ്പോൾ ഞങ്ങൾ അതിരാവിലെ ഇവിടെ എത്തി. രാവിലെ ഇവിടുത്തെ പ്രകൃതിക്ക് ഭയങ്കര ഭംഗിയാണ്. എവിടെ നോക്കിയാലും നല്ല ലൈറ്റ്സും ആവശ്യത്തിനുള്ള ഷൂട്ടിന് ആവശ്യമുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ബാ, നടന്നു വാ, നിന്നെയും കാണില്ല എല്ലാവരും. പക്ഷെ ഇവിടെ മുമ്പ് നല്ല ഫോഴ്സിൽ ഇഷ്ടംപോലെ നല്ല ഫോഴ്സിൽ വെള്ളം നിൽക്കൊണ്ടിരുന്നില്ലേ? ഇപ്പോൾ വെള്ളം കുറവാണല്ലേ? അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കൂടുതൽ കാണുമോ? ഇല്ല, വഴിയില്ല. അതപ്പോൾ വേറെ ആൾക്കാരുടെ പുരയിടാവാം. സ്ട്രെയിറ്റാ പോയാൽ ഇതുവഴി നേരെ കയറിയാൽ നല്ല രസമുള്ളൊരു ഏരിയ ആണ് ഇവിടെ. കാണുമല്ലോ. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. ഇന്ന് കുഴിത്തുറ എന്ന സ്ഥലത്താണ് ഞങ്ങൾ വൈഗതൻ നദിക്കരയിലെ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിന് വേണ്ടി ഒരു ലൊക്കേഷൻ നോക്കി വന്നതാണ്. 1 വർഷത്തോളമായി ഇതിൻ്റെ പുറകിൽ നടക്കുന്നു. ഇങ്ങനെയൊരു ചെറിയൊരു തോടിന് മുകളിൽ ഒരു ബിൽഡിങ്ങും ഒരു വീട് അത് സെറ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ്. അപ്പോൾ അത് നോക്കാൻ വേണ്ടി ട്രിവാൻഡ്രത്ത് നിന്നും കുഴിത്തുറയിൽ എത്തിയതാണ്. ക്യാമറ കുറച്ച് നമ്മൾ പോകുന്നതനുസരിച്ച് കുറച്ച് താത്തെടുക്കുക. അനന്തു നമ്മുടെ ഒരു ബന്ധുവാണ്. പുള്ളി ഉടനെ തന്നെ വിദേശത്തേക്ക് പോകാനായിട്ടുള്ള ശ്രമങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൻ്റെ സങ്കല്പത്തിനനുസരിച്ചിട്ടുള്ള ഒരു ലൊക്കേഷൻ, ആ ലൊക്കേഷൻ നോക്കി കഴിയുമ്പോൾ ഇതേപോലൊരു തോട്, ആ തോടിനോട് ചേർന്ന് ഒരു വീട്, ആ വീടും ഈ തോടുമായിട്ടാണ് ഈ കഥയുടെ പശ്ചാത്തലം. ഇവിടെ ആകുമ്പോൾ ഷൂട്ടിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അതിനു വേണ്ടി ഇങ്ങനെ നോക്കാനായിട്ട് വന്നതാണ്. അനന്തു, ഇങ്ങോട്ട് ഈ തോടും നമ്മൾ നടന്നു പോകുന്നതൊക്കെ ആയിട്ടൊന്ന് നോക്കൂ. ഒരു സോങ് ഇവിടെ വെച്ച് ചെയ്യണമെന്നുണ്ട്. എൻ്റെ ചിത്രത്തിൻ്റെ ക്യാമറാമാൻ കാർത്തിക് എസ് നായർ ഇപ്പോൾ ചെന്നൈയിൽ വേറൊരു ചിത്രത്തിൻ്റെ ചിത്രീകരണ തിരക്കിലാണ്. എന്തായാലും ഇവിടെ ഒരു സോങ് ചെയ്യണം എന്നൊക്കെയുള്ള ചിന്തയിലാണ് ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത്. മനോഹരമായ
വിഷ്വൽസ് നമുക്കിവിടെ എടുക്കാൻ കഴിയും. ഞാനത് കാണാൻ വേണ്ടി ഇവിടെ എപ്പോഴും ആൾക്കാർ കുളിക്കുകയൊക്കെ ചെയ്യില്ലേ ആ ഈ സ്ഥലത്ത്? ഓ നല്ല വെള്ളം തന്നെയല്ലേ? നല്ല വെള്ളം. ഇതൊക്കെ ആരുടെ സ്ഥലമാണിത്? ഇതെല്ലാം ഗവൺമെൻറ്. ഗവൺമെന്റ്? ആ ഇതല്ല ഇതെല്ലാം ഒരാളാണ്. അല്ലേ? ഇത് ഈ തോട് മാത്രം ഗവൺമെന്റ് അല്ലേ? ആ അത് വേറെ പ്രൈവറ്റ് പാർട്ടിയുടെ? അതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി. എന്തായാലും വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഈ സ്ഥലത്തിന് എന്താ പേര് പറഞ്ഞത്? ചാറിൻ്റെ മൂട്. ആ, ചാരൻ്റെ മൂട് എന്നാണ് ഈ സ്ഥലം. ഇതാണ് ചാര്. ഇവിടെ ഒരുപാട് ആൾക്കാർ കുളിക്കാറൊക്കെ ഉണ്ട്. ഈ റബ്ബർ എസ്റ്റേറ്റിന് ചുറ്റുമുള്ള സ്ഥലവുമെല്ലാം ക്യാമറ കണ്ണുകൾക്ക് വളരെ ചാരുതയായിരുന്നു. തിരിച്ചു വരട്ടെ, ആ ദൃശ്യങ്ങളിൽ നിന്നും എന്നിലോട്ട് ക്യാമറ വരിക. ഈ പാലവും ഇവിടുത്തെ കൃഷിയുമെല്ലാം നമുക്ക് നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്നതാണ്. പിന്നെ യൂണിറ്റൊക്കെ കൊണ്ടുവരാനുള്ള ഭയങ്കര പാടുണ്ട്. ഇതുവഴിയൊന്നും വണ്ടിയൊന്നും വരില്ലല്ലോ ഒരിക്കലും അല്ലേ? കെട്ടി ഇറക്കുക തന്നെയാണ് അല്ലേ? എന്തായാലും മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷനാണ്. പാലക്കാട് പോയി ഇവിടെ വന്നു, പാർവതീപുരത്തുള്ള വേറെ ലൊക്കേഷൻ നോക്കി. എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ പ്രോജക്റ്റ് ഫുൾഫില്ലാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. സ്ക്രിപ്റ്റും ഷോർട്സും എല്ലാം ഡിവൈഡ് ചെയ്തെല്ലാം ഒക്കെ റെഡിയായി വരുന്നു. താമസിയാതെ 4 സോങ്ങുകൾ റെക്കോർഡിങ് ചെയ്യാനുള്ള ശ്രമങ്ങളും തുടരുന്നു. എന്തായാലും എൻ്റെ സങ്കല്പത്തിനും എൻ്റെ മനസ്സിനും ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷനാണ്. വീണ്ടും കാണാം. നന്ദിയോടെ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ.